സ്നേഹമുള്ളവരെ, ഈ വചന ശുശ്രൂഷയ്ക്ക് ഒരുക്കമായി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവരും ദൈവാത്മാവിനാൽ നിറയുവാനും വചനത്തിൽ ആഴപ്പെടുവാനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, ഇന്നത്തെ വചന വിചിന്തനത്തിനായി വളരെ ചെറിയ ഒരു വചനമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വെച്ചു തരുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 27-ാം തിരുവചനം, അതിൻ്റെ അവസാന ഭാഗമാണിത്. അവിടെ ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്: അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. വളരെ ചെറിയൊരു വചനം, പക്ഷേ ആഴമേറിയ ചിന്താശകലങ്ങൾ ഉൾക്കൊള്ളുന്ന വചനമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഈ വചനത്തിൻ്റെ പശ്ചാത്തലം ഒന്നുകൂടി വിശദമാക്കുകയാണ്. യേശുവിൻ്റെ കുരിശുമരണം യോഹന്നാൻ വിവരിക്കുകയാണ്. ആ കുരിശിൻ്റെ കീഴെ യേശുവിൻ്റെ അമ്മയുണ്ട്, യേശുവിൻ്റെ ശ്രേഷ്ഠ ശിഷ്യനുമുണ്ട്. എന്നിട്ട് യേശുവിൻ്റെ അമ്മയോടും യേശുവിൻ്റെ ശ്രേഷ്ഠ ശിഷ്യനോടും ഈശോ സംസാരിക്കുന്നത് നമ്മൾ കാണുന്നു. അതിനെ തുടർന്നാണ് ഞാൻ മുൻപ് പറഞ്ഞ വചനം യോഹന്നാൻ ശ്ലീഹ എഴുതി ചേർത്ത് വച്ചിരിക്കുന്നത്. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. അമ്മ മേരിയോട് നമുക്കോരോരുത്തർക്കും ഉണ്ടാകേണ്ട മനോഭാവമാണ് വളരെ ഈ ചെറിയ വചനത്തിൽ ഞാൻ കാണുന്നത്. അമ്മ മേരിയോട് നമുക്കുണ്ടാകേണ്ട മനോഭാവം എന്താണ്? ആ വചനത്തിൽ ചില സൂചനകൾ നമുക്ക് നൽകുന്നുണ്ട്. അതാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഒരു കാര്യം ഇവിടെ പ്രത്യേകമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സ്വന്തം ഭവനം എന്നാണ് മലയാളത്തിൽ ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത്. ഒറിജിനൽ ഗ്രീക്ക് ഭാഷയിൽ താ ഇദിയ എന്ന് പറയുന്ന രണ്ട് വാക്കുകളാണ്. അതായത് ഇദിയോസ് എന്ന് പറയുന്ന വിശേഷണത്തിൽ നിന്നാണ് സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു എന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ അതിനെ ഒന്നുകൂടി ആഴമായിട്ട് ചിന്തിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇദിയോസ് എന്ന് പറയുന്ന വിശേഷണത്തിന് ആഴമേറിയ അർത്ഥം പ്രൈവറ്റ്, പേഴ്സണൽ എന്നൊക്കെയാണ്. യുണീക്ക്ലി വൺസ് ഓൺ, peculiar to the individual
stronger than the simple possessive pronoun own. ഇവിടെ അർത്ഥമാക്കുന്നത് അമ്മ മേരിയെ യേശുവിൻ്റെ ഇഷ്ടപ്പെട്ട ശിഷ്യൻ, യേശു സ്നേഹിച്ച ശിഷ്യൻ സ്വന്തം വീട്ടിലേക്ക്, ഭവനത്തിലേക്ക് സ്വീകരിച്ചു എന്നുള്ളതല്ല അവിടെ അർത്ഥമാക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനേക്കാൾ ഉപരിയായി സ്വന്തം ഹൃദയത്തിലേക്ക്, സ്വന്തം ജീവിതത്തിലേക്ക് സ്വീകരിച്ചു എന്നതാണ് അർത്ഥമാക്കേണ്ടത്. യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിനെ ഗുരുവും രക്ഷകനുമായി സ്വീകരിച്ചപ്പോൾ അവർ അവരുടെ ഭവനമെല്ലാം വിട്ടൊഴിഞ്ഞതാണ്. അവർക്ക് സ്വന്തമായൊരു ഭവനമില്ലാതെ അവർക്കുള്ളതെല്ലാം, അവർക്ക് സ്വന്തമായിരുന്ന ഭവനം, വഞ്ചി, വള്ളം എല്ലാം വിട്ടെറിഞ്ഞ് അതിനെയെല്ലാം മാറ്റിവെച്ചിട്ടാണ് അവർ യേശുവിൻ്റെ പിന്നാലെ കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു എന്നതുകൊണ്ട് അർത്ഥമാക്കാനായിട്ട് സാധിക്കുക? അത് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർത്ത് വെച്ചിരിക്കുന്നത്. അതിനേക്കാൾ ഉപരിയായി ഗ്രീക്ക് ടെക്സ്റ്റിൽ നമ്മൾ വായിക്കുന്നത് അതിൻ്റെ ആഴമേറിയ അർത്ഥം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇദിയോസ് എന്ന് പറയുന്ന വിശേഷണം അവിടെ ചേർത്ത് വെച്ചിരിക്കുന്നത് യോഹന്നാൻ സ്വന്തം ജീവിതത്തിലേക്ക്, പേഴ്സണൽ, പ്രൈവറ്റ്, യുണീക്ക്ലി വൺസ് ഓൺ, സ്വന്തം ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മയെ സ്വീകരിച്ചു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, അമ്മ മേരിയോടുള്ള മനോഭാവം ഇങ്ങനെയായിരിക്കണം. സ്വന്തം ജീവിതത്തിലേക്ക്, സ്വന്തം ജീവിത സാഹചര്യങ്ങളിലേക്ക് അമ്മ മേരിയെ യോഹന്നാൻ സ്വീകരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി അവിടെ പാർപ്പിച്ചെന്നോ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി നോക്കിയെന്നോ എന്നുള്ളതെല്ലാം മനസ്സിലാക്കേണ്ടത് എന്നാണ് ഞാൻ ഈ ചെറിയ വചനത്തിൻ്റെ അർത്ഥമായിട്ട് കാണുന്നത്. സ്നേഹമുള്ളവരെ, ഇത് നമ്മുടെ മനോഭാവങ്ങളെ മാറ്റിമറിക്കാനായിട്ട് സാധിക്കും. അമ്മ മേരിയോടുള്ള നമ്മുടെ മനോഭാവം മാറ്റിമറിക്കാനായിട്ട് സാധിക്കും. ഞാൻ മുൻപ് വിചാരിച്ചിരുന്നത് യോഹന്നാൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി കാണും എന്നുള്ളതാണ് പെട്ടെന്നുള്ളൊരർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. പക്ഷെ അതിനേക്കാൾ ആഴമേറിയ അർത്ഥം ഞാൻ മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുന്നത്, ഗ്രീക്ക് ടെക്സ്റ്റിൻ്റെ സഹായത്തോടുകൂടെ ഞാൻ പരിശ്രമിക്കുന്നത്, സ്വന്തം ജീവിതത്തിലേക്ക് അമ്മ മേരിയെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇദിയോസ് എന്ന് പറയുന്ന ആ വിശേഷണം എന്താണ് യോഹന്നാൻ പല ഭാഗങ്ങളിലായി ഉപയോഗിച്ചിരിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുമ്പോൾ ഇതിൻ്റെ ആഴമേറിയ അർത്ഥം എന്താണെന്ന് കുറച്ചുകൂടെ നമുക്ക് വ്യക്തമായി ചിന്തിക്കാനും മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ കാണുന്നത് ഇപ്രകാരമാണ്. അവിടെ പറയുന്നത്, അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. സ്വന്തം ജനത്തിൻ്റെ അടുത്തേക്ക് ഈശോ വന്നു എന്ന് തിരുവചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അവനെ അവർ സ്വീകരിച്ചില്ല. ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1:11 സ്വന്തം ജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, പക്ഷേ അവർ അവനെ സ്വീകരിച്ചില്ല എന്ന് പറയുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം അവസാനമായപ്പോഴേക്കും സ്വന്തം ശിഷ്യൻ ഇതാ യേശുവിനെ മാത്രമല്ല യേശുവിൻ്റെ അമ്മയെ കൂടെ സ്വന്തം ജീവിതത്തിലേക്ക് സ്വീകരിച്ചിരിക്കുന്നു എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സ്വന്തം എന്നുള്ളൊരു വാക്കാണ്. സ്വന്തം
ഈശോ ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ സ്വന്തമായി സ്വീകരിച്ചില്ല എന്നാണ് പറയുന്നത്. സ്വന്തമായി സ്വീകരിക്കാനായിട്ടാണ് ഈശോ ആഗ്രഹിച്ചിരിക്കുന്നത്. തുടർന്ന് അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈ സ്വന്തം എന്നുള്ളൊരു വാക്ക് പല രീതിയിൽ യോഹന്നാൻ അവതരിപ്പിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 5-ാം അധ്യായം 18-ാമത്തെ തിരുവചനം, അവിടെ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്. 18-ാമത്തെ തിരുവചനത്തിൽ, ഇതുമൂലം യേശുവിനെ വധിക്കാൻ യഹൂദർ കൂടുതലായി പരിശ്രമിച്ചു. കാരണം അവൻ സാബത്ത് ലംഘിക്കുക മാത്രമല്ല, തന്നെ ദൈവതുല്യനാക്കിക്കൊണ്ട് ദൈവത്തെ തൻ്റെ പിതാവെന്ന് വിളിക്കുകയും ചെയ്തു. ദൈവത്തെ സ്വന്തം പിതാവ് എന്ന രീതിയിൽ ഈശോ വിളിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യേശുവിൻ്റെ സ്വന്തമായി പിതാവിനെ അവിടെ അവതരിപ്പിക്കുകയാണ്. യേശുവിൻ്റെ സ്വന്തമാണ്, സ്വന്തം ജീവിതത്തിൻ്റെ ഭാഗമാണ് പിതാവായ ദൈവം എന്ന് അവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വീണ്ടും നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 3-ാമത്തെ തിരുവചനം, അവിടെ പറയുന്നത് നല്ല ഇടയൻ്റെ ഉപമയുടെ ഭാഗമായി പറയുന്നത് ഇപ്രകാരമാണ്. ആടുകൾ അവൻ്റെ സ്വരം കേൾക്കുകയും അവൻ തൻ്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുകയും പുറത്തേക്ക് നയിക്കുകയും ചെയ്യുന്നു. തനിക്ക് സ്വന്തമായിട്ടുള്ളതിനെ അവൻ പേര് ചൊല്ലി വിളിക്കുന്നു എന്നാണ് അർത്ഥം. ഇടയൻ്റെ സ്വന്തമായിട്ടുള്ള ആടുകളെ പേര് ചൊല്ലി വിളിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വീണ്ടും 10-ാം അധ്യായം 4-ാമത്തെ തിരുവചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്. തനിക്കുള്ളതിനെയെല്ലാം പുറത്തിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുമ്പേ നടന്നു. അവൻ്റെ സ്വരം തിരിച്ചറിയുന്നത് കൊണ്ട് ആടുകൾ അവനെ അനുഗമിക്കുന്നു. തനിക്ക് സ്വന്തമായിട്ടുള്ളവയെ അവൻ സ്വീകരിച്ച് അവയ്ക്ക് മുൻപേ നടന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 1-ാമത്തെ തിരുവചനം, അവിടെ പറയുന്നത് ഇപ്രകാരമാണ്. ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പ് യേശു അറിഞ്ഞു. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു. തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ അവൻ സ്നേഹിച്ചു. യേശുവിൻ്റെ സ്വന്തമായിട്ടാണ് യേശു തൻ്റെ ശിഷ്യന്മാരെ കണ്ടിരുന്നത്. തൻ്റെ സ്വന്തം, മാറ്റി നിർത്താൻ സാധിക്കാത്ത, വേർതിരിച്ച് നിർത്താൻ സാധിക്കാത്ത തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടാണ് വൺസ് ഓൺ പേഴ്സണൽ, വൺസ് ഓൺ പ്രൈവറ്റ്, യുണീക്ക്ലി വൺസ് ഓൺ, എൻ്റെ മാത്രം, എൻ്റെ സ്വന്തമായിട്ട് സ്വീകരിച്ച് ശിഷ്യന്മാരെ, ഇതാ ആ ശിഷ്യന്മാരെയാണ് ഈശോ വിട്ടുപിരിഞ്ഞു പോകാനുള്ള സമയമായി എന്ന് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അമ്മ മേരിയോടുള്ള മനോഭാവം ഇപ്രകാരമായിരിക്കണം. സ്വന്തമായി സ്വന്തം ജീവിതത്തിലേക്ക് അമ്മ മേരിയെ സ്വീകരിച്ചു കഴിയുമ്പോൾ പിന്നെ അമ്മ മേരി ആയിരിക്കും നമ്മെ യേശുവിൻ്റെ പക്കലേക്ക് നമ്മെ നയിക്കുക. അവിടെ മറ്റൊരർത്ഥം കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിൽ 19:27 ആ ചെറിയ വചനത്തിൽ പറയുന്നുണ്ടല്ലോ, സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. സ്വന്തമായി എടുക്കുകയാണ്, സ്വന്തമായിട്ട് സ്വീകരിക്കുകയാണ്. കുറച്ചുകൂടി ആഴമേറിയ അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവ്ലി ആൻഡ് അഗ്രസീവ്ലി അമ്മ മേരിയെ യോഹന്നാൻ സ്വന്തമാക്കി എന്നുള്ളതാണ്. വിശുദ്ധരുടെ ജീവിതം നമ്മൾ പരിശോധിച്ചറിയുമ്പോൾ അമ്മ മേരിയെ സ്വന്തമാക്കി അനേകം വിശുദ്ധരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് അവരുടെ ജീവിതത്തെ തന്നെ മാറ്റി മറിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിശുദ്ധ ചാവറ പിതാവ് അതുകൊണ്ട് ഇങ്ങനെയാണ് കുറിച്ചു വച്ചിരിക്കുന്നത്: ചങ്കിൽ നിന്റെ ഓർമ്മയുണ്ട് തായേ, ചങ്കിൽ
നിന്റെ ഓർമ്മയുണ്ട് തായേ. എൻ്റെ ചങ്കിൽ എപ്പോഴും അമ്മയുണ്ട്, അമ്മ മേരിയുണ്ട്. അതൊരു മനോഭാവമാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. വിശുദ്ധ ചാവറ പിതാവിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുകയാണ് അമ്മ മേരി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ളൊരു മനോഭാവം, അമ്മ മേരിയോടുള്ള നമ്മുടെ മനോഭാവം എന്തായിരിക്കണമെന്ന് ആദ്യമേ തന്നെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ അമ്മ മേരിയോട് ചേർന്ന് നമ്മൾ ഈശോയിലേക്ക് വളരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനിയും അനേകരുടെ ജീവിതങ്ങൾ പരിശോധിച്ച് നോക്കുക. ലൂയി മോൺഫോർട്ട് പുണ്യവാൻ അമ്മ മേരിയെ സ്നേഹത്തോടുകൂടെ സ്വീകരിച്ച വലിയ വിശുദ്ധൻ. അതുകൊണ്ടാണല്ലോ ലൂയി മോൺഫോർട്ട് പറയുന്നത്, ഒരു വ്യക്തി മറിയത്തോട് എത്ര കൂടുതൽ ഐക്യപ്പെട്ടിരിക്കുന്നുവോ അത്രയും കൂടുതലായി മറിയം ആ വ്യക്തിയെ ദൈവത്തോട് ഐക്യപ്പെടുത്തുന്നു. ഒരു വ്യക്തി എത്രയും കൂടുതലായി മറിയത്തോട് ഐക്യപ്പെട്ടിരിക്കുന്നുവോ ആ വ്യക്തിയെ അത്രയും കൂടുതലായി മറിയം ദൈവത്തോട് ചേർത്ത് വയ്ക്കും, ദൈവത്തോട് ഐക്യപ്പെടുത്തിയിരിക്കും എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അമ്മ മേരിയോടുള്ള നമ്മുടെ മനോഭാവം എന്താണ് എന്ന് നമ്മൾ ആദ്യമേ തന്നെ തിരിച്ചറിയട്ടെ. അങ്ങനെയാണെങ്കിൽ അമ്മ മേരിയോട് ചേർന്ന് ജപമാല ചൊല്ലാൻ, അമ്മ മേരിയുടെ മധ്യസ്ഥം തേടാൻ, അമ്മ മേരിയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് യാതൊരു തടസ്സവും മടുപ്പും തോന്നുകയില്ല. കാരണം നമ്മുടെ മനോഭാവം തന്നെ അമ്മ മേരിയെ സ്വന്തം ജീവിതത്തിൽ സ്വീകരിച്ച മനോഭാവമാണ് നമുക്കുള്ളത്. അതുകൊണ്ടാണ് ആമുഖമായി ആ വചനം ഞാൻ പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 19:27. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. നമുക്കത് ഇങ്ങനെ മാറ്റി പറയാം, അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ജീവിതത്തിലേക്ക് സ്വീകരിച്ചു എന്നുള്ളത്. നമുക്കും ആ മനോഭാവം ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് അമ്മ മേരി നമ്മുടെ ജീവിതത്തിൽ ഈ മനോഭാവത്തിലൂടെ വളരുമ്പോൾ ഒന്ന് രണ്ട് വചനങ്ങൾ കൂടെ നമ്മൾ ചിന്തിക്കുകയും നമ്മുടെ പരിചിന്തനത്തിന് വിഷയീഭവിക്കുകയും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ മനോഭാവം അമ്മ മേരിയുടെ മനോഭാവമായിരുന്നു എന്ന് കൂട്ടിച്ചേർത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഞാനിതിങ്ങനെ പറയുന്നത്? അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 46-ാം തിരുവചനം അവിടെ പറയുന്നത് ഇപ്രകാരമാണ്: അവർ ഏക മനസ്സോടെ താൽപ്പര്യപൂർവം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ മുഖമുദ്രയായി, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് അവരുടെ ജീവിതത്തെ കണ്ടിരുന്നത്, മുന്നോട്ട് നയിച്ചിരുന്നത് എന്ന് വളരെ വ്യക്തമായ അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 46-ാം തിരുവചനത്തിൽ പറയുകയാണ്. ആ വചനത്തിൻ്റെ ആരംഭത്തിൽ പറയുന്ന ഒരു വാക്കുകൂടെ നമ്മുടെ ചിന്തയ്ക്ക് കാരണമായി തീരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ പറയുന്ന ആ വാക്യപ്രകാരമാണ്: അവർ ഏക മനസ്സോടെ. ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആകത്തുക എന്ന് പറയുന്നത്, അവരുടെ ജീവിത ശൈലി എന്ന് പറയുന്നത് ഏക മനസ്സോടുകൂടെ അവർ ചെയ്ത കാര്യങ്ങളാണ്. ഏക മനസ്സോടുകൂടെ. ഈ ഏക മനസ്സ് എന്നുള്ളത് എവിടെ നിന്നായിരിക്കും ലഭിച്ചിരിക്കുക? ഞാനതിനെ കാണുന്നത് അത് അമ്മ മേരിയിൽ നിന്നായിരിക്കും ഈ ഏക മനസ്സ് കിട്ടിയിട്ടുണ്ടാവുക എന്നാണ് ഞാൻ കരുതുന്നത്. അതിന് നമ്മൾ കുറച്ചുകൂടിയും തൊട്ട് മുന്നിലത്തെ അധ്യായത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 13-ാം തിരുവചനം, 13ഉം 14-ാം തിരുവചനം. 13-ാം തിരുവചനത്തിൽ പരിശുദ്ധമ്മയും ശിഷ്യന്മാരും അവർ ഒരുമിച്ച് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു.
14 അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഇവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവൻ്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഏക മനസ്സോടുകൂടെ. ഈ ഏക മനസ്സ് കൊണ്ടുവന്ന് തരുന്നത് അമ്മ മേരിയാണ്. ഏക മനസ്സ് എന്നത് അർത്ഥമാക്കുന്നത് കൂടുതൽ ആഴങ്ങളിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുക. വിഭജിതമായ മനസ്സ് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാലാണ് ഏക മനസ്സിൻ്റെ അർത്ഥം കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുക. വിഭജിതമായ മനസ്സിന് ലൂക്കായുടെ സുവിശേഷം 11 അധ്യായം 7 തിരുവചനത്തിൽ പറയുന്നത്, അന്ധചിത്രമുള്ള ഭവനം നശിച്ചു പോകും, അന്ധചിത്രമുള്ള രാജ്യം നശിച്ചു പോകും എന്നുള്ളതാണ്. അന്ധചിത്രം അത് കുറച്ചുകൂടി മനസ്സിലാകണമെങ്കിൽ മത്തായിയുടെ സുവിശേഷം 27 അധ്യായം 35 തിരുവചനം, കുരിശിന് ചുവട്ടിൽ പടയാളികൾ യേശുവിൻ്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ പങ്കിട്ടെടുക്കുന്ന ആ വാക്കും അന്ധചിത്രം എന്നുള്ള വാക്കും ഒരേ രീതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് വിഭജിതമായ മനസ്സിൻ്റെ ചിന്ത എന്ന് പറയുന്നത്. അവിടെ വിഭജിതമായ മനസ്സാണ്. പക്ഷേ അമ്മ മേരി നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നു ഏക മനസ്സ് എന്നുള്ളത്. അങ്ങനെ ഏക മനസ്സോടുകൂടെ അവർ ആയിരിക്കുന്ന സമയത്താണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരിൽ വന്ന് നിറയുന്നത്. അങ്ങനെയാണ് ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ മുഖമുദ്രയായിട്ട് അപ്പസ്തോല പ്രവർത്തനം 2 അധ്യായം 46 പറയുന്നത്, അവർ ഏക മനസ്സോടുകൂടെ അവർ ഒരുമിച്ചുകൂടി എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അമ്മ മേരിയോടുള്ള മനോഭാവം എന്താണ് എന്ന് ഓരോരുത്തരും ആഴമായി ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യട്ടെ. അതോടൊപ്പം അമ്മ മേരി നമ്മെ ഏക മനസ്സോടുകൂടെ ജീവിക്കാൻ, ഏക മനസ്സോടുകൂടി പ്രാർത്ഥിക്കാൻ, ക്രൈസ്തവ ജീവിതം നയിക്കാൻ നമ്മെ സഹായിക്കുകയും ചെയ്യും. നമുക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, കന്യകാമാതാവേ, അമ്മ മേരിയോടുള്ള മനോഭാവത്തിൽ ഞങ്ങൾ ആഴപ്പെടുവാനും ഏക മനസ്സോടുകൂടെ ഞങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുവാനും മുന്നോട്ട് കൊണ്ടുപോകുവാനും ഞങ്ങൾ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണമേ. യേശുവിൻ്റെ പക്കലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.